CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഹരിപ്പാട് പ്രൗഢോജ്വലമായ തുടക്കം. പ്രതിനിധി സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം ലീഗുണ്ട്. ലീഗ് കൂടി ചേർന്നുകൊണ്ടാണ്. ഇപ്പോൾ ലീഗ് ആരെയും കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂടെ കൂട്ടാനുള്ള നീക്കം. മുസ്ലിം ബഹുജനങ്ങളിലെ സുന്നി വിഭാഗം ഒരു കാലത്തും അംഗീകരിക്കാതിരുന്ന തികഞ്ഞ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് അവർ. അംഗീകരിക്കാതിരുന്ന ഈ വിഭാഗത്തെയാണ് ഇപ്പോൾ കൂടെ കൂട്ടാൻ തയ്യാറായിട്ടുള്ളത്. നല്ല സഖ്യം തുറന്നു വരുമെന്നാണ്. എവിടെ എത്തും? അത് കോൺഗ്രസിൻ്റെ അനുഭവം ആലോചിച്ചാൽ മതി. ഇപ്പോൾ BJP ശക്തിപ്പെട്ടു വന്ന സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തെടുത്താൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളാണല്ലോ BJP കൈക്കലാക്കിയത്. എന്തുകൊണ്ടാണത്? വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കാത്തതുകൊണ്ട്. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഹരിപ്പാട് പ്രൗഢോജ്വലമായ തുടക്കം. സമ്മേളന നഗറിന് മുന്നിൽ സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G. വേണുഗോപാൽ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു രക്തസാക്ഷി പ്രമേയവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗതസംഘം ചെയർമാൻ TK ദേവകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി R. നാസർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, K. രാധാകൃഷ്ണൻ, CS സുജാത, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ സജി ചെറിയൻ, KK ജയചന്ദ്രൻ, അനാവൂർ നാഗപ്പൻ, M. സ്വരാജ്, PK ബിജു, പുത്രത്ത് ദിനേശൻ എന്നിവർ പങ്കെടുത്തു. ലീഗിൻ്റെ നിലപാട് എത്രത്തോളം പുറകോട്ട് പോകുന്നുവെന്നാണ്. 4 സീറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുക. കേരളത്തിലെ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കലാണ് ഇതിൻ്റെ ഫലം എന്നത് തിരിച്ചറിയാൻ കഴിയണം. പാലക്കാട് ജയം ആരാണ് ആദ്യം ആഘോഷിച്ചത്? ആദ്യം ആഘോഷിച്ചത് SDPI. SDPIയുടെ വിജയമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പാലക്കാട്ടെ വിജയം അവരാഘോഷിച്ചത്. എങ്ങനെ സംഭവിക്കുന്നുവെന്നത് ഗൗരവമായി പരിശോധിക്കണം. ഇവിടെ എല്ലാ വർഗീയ ശക്തികളുമായും പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കി LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ LDF, CPIM ഇതുപോലുള്ള ഒരു കച്ചവടത്തിനുമില്ല. ഏതാനും വോട്ടിനോ 4 സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ CPIM ഇല്ല. ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇനിയും അതേ നില തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. നമുക്ക് ആശ്രയിക്കാനുള്ളത് ജനങ്ങളെയാണ്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്.